ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് റവ വെച്ചിട്ടാണ് ചെയ്യുന്നത്. രാവിലെ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ്. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, തേങ്ങ, കേട് ഇതൊന്നും ചേർക്കണില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം. അതാ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വറുത്ത റവയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര തന്നെ പോള സോഫ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടി വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് റവക്ക് 1.5 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് റവക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പൊ എല്ലാം കൂടിയിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇപ്പൊ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമ്മള് റവ ആയതുകൊണ്ട് ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഇത് വലിഞ്ഞ ടൈപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡയോ കേടോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ അതിന് പകരം ഒരു മുട്ടയാണ് ഇപ്പൊ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവരാം. അപ്പൊ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതൊന്നുകൂടെ ലൂസായിട്ട് കിട്ടണം. അപ്പൊ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചെടുക്കണ്ട, ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അങ്ങനെ അത് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അരക്കുമ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓട്ടട ചട്ടി ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നല്ല ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് ഓരോ തവി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ചുറ്റിച്ചു കൊടുക്കുക. ഇപ്പൊ ഇത് നന്നായിട്ട് ഹോളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പൊ നമ്മുടെ പോള ചട്ടിന്ന് അങ്ങനെ വിട്ടു പോന്നിട്ടുണ്ട്. അത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് പോളയാണ്. നമ്മൾ മൈദയിട്ട് ചെയ്യുന്നേക്കാളും നല്ല സോഫ്റ്റ് ആണ്. സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പോളയും നമുക്ക് ചുട്ടെടുക്കാം.
ഈ ഒരു പോള നമുക്ക് അടച്ചു വെക്കാതെയും വേവിച്ചെടുക്കാം. കുറച്ചൊരു ടൈം എടുക്കുന്നു മാത്രമേ ഉള്ളൂ, നന്നായിട്ട് വെന്തിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒരെണ്ണം ഞാനിതാ അതുപോലെ അടച്ചു വെക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പൊ ഇത് കണ്ടില്ലേ, നല്ല ഹോളുകളോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പോളൊക്കെ ഇവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു അളവില് 4-5 പേർക്ക് കഴിക്കാനുള്ള പോള ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഇതിൽ നമുക്ക് തേങ്ങ ചേർക്കണ്ട, ഒരു മുട്ട മാത്രം ഉണ്ടെങ്കിൽ നമുക്കിത് വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.